ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അത് രാവിലെ തന്നെ എഴുന്നേറ്റ്, ഇന്ന് സൺഡേ അല്ലേ, കുറച്ചധികം നേരം വൈകിട്ടാണ് എഴുന്നേറ്റത്. അപ്പോൾ രാവിലെ ഒരു ഗോതമ്പ് ദോശയും കട്ടൻ ചായയിൽ ഒതുക്കിയിട്ടാണ് എന്നുവെച്ചാൽ ഞാൻ തലേദിവസം എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. രാവിലെയാണ് എഴുന്നേറ്റ് എഡിറ്റ് ചെയ്തത്. അപ്പോൾ തിരക്കല്ലേ, അപ്പോൾ അങ്ങനെ എളുപ്പത്തിൽ ഒപ്പിച്ചു. പിന്നെ ഇതാ എഴുന്നേറ്റ് ക്ലീനിങ്ങുകൾ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ അലക്കാനായിട്ട് ഇട്ടു. അപ്പോൾ ചേട്ടനോട് മാറാലടിക്കാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ മാറാലടിക്കണം അവിടെ ഇവിടെ അങ്ങനെ ഓരോന്നുണ്ടാവും, വെറുതെ ഒന്ന് തട്ടണം, അത്രയേ ഉള്ളൂ. പിന്നെ ശ്രീകുട്ടൻ ഇന്നലെ അടിച്ചു വാരി തരാമെന്ന് പറഞ്ഞിരുന്നത് ഇന്ന് അടിച്ചു വാരി തുടച്ച് തരികയാണ് ഉണ്ടായത് കേട്ടോ. അപ്പം ഞാൻ വന്നിട്ട് ഇതാ അലക്കണേൻ്റെ ഇടയിൽ ചോറ് വെച്ച് എന്തായാലും ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചു. ആദ്യം പുറത്ത് തീ കത്തിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നമ്മുടെ ഫ്രണ്ടിൽ വീട്ടിൽ കുറേ വിരുന്നുകാരൊക്കെ ഉള്ള കാരണം പിന്നെ അത് വേണ്ടാന്ന് വെച്ചു കേട്ടോ. ആകെ നമ്മളിങ്ങനെ പുറത്ത് അതെന്തോ ഒരു അസ്വസ്ഥത തോന്നി. അങ്ങനെ അകത്ത് തന്നെ ഇൻഡക്ഷനിൽ ചോറ് വെച്ച് തിളപ്പിച്ച് തെർമൽ കുക്കറിൽ ഇറക്കി വയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തു. അപ്പോൾ രാവിലെ തന്നെ ഞായറാഴ്ച എനിക്ക് എഴുന്നേൽക്കുമ്പോൾ അതിൻ്റെ ക്ലീനിങ് കഴിയണം കേട്ടോ, അല്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. അല്ലെങ്കിൽ പിന്നെ ശനിയാഴ്ച വൈകുന്നേരം എടുത്തു വയ്ക്കാറാണ് പതിവ്. പക്ഷെ ഇപ്പോൾ കുറേ ആയിട്ട് എനിക്കത് പറ്റണില്ല. വെച്ചാൽ ക്ഷീണം ആകുമ്പോൾ ഇങ്ങനെ ഉറക്കമൊക്കെ റെഡി ആവാണ്ടാകുമ്പോൾ പറ്റണില്ല. അപ്പോൾ പിന്നെ ഞായറാഴ്ച രാവിലെ തന്നെയാണ് ഈ ഒരു പരിപാടി ചെയ്യണത്. പിന്നെ വേഗം അരിയൊക്കെ എടുത്തു. ഇന്ന് എഗ് മന്തിയാണ് വയ്ക്കണത്. പിന്നെ മീൻ കറി വെക്കുന്നുണ്ട്, മീൻ വറുത്തത്, അതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി സ്പെഷ്യലെന്നും പറയാം, എന്നാൽ സൺഡേ സ്പെഷ്യലെന്നും പറയാം, എന്ത് വേണമെങ്കിലും വിളിക്കാം കേട്ടോ. നമുക്ക് ഒഴിവുള്ള ദിവസമല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നലെ എനിക്ക് വൈകുന്നേരമൊക്കെ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് നടന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ വേഗം പോയി കിടന്നു അങ്ങനെ ചെയ്തത്. അപ്പോൾ അരി കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിടണം. ആകെ ഒരു ഒട്ടൽ പോലെയാണ് അരിക്ക്. നന്നായിട്ട് കഴുകിയിട്ട് ചോറ് വെച്ചാൽ നല്ല ചോറായിട്ട് കിട്ടും. പക്ഷേ ഇങ്ങനെ അധികം കഴുകാണ്ടിട്ടുണ്ടെങ്കിൽ ആകെ കുറുകുറുന്നരൊക്കെ ആയി ചോറൊരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ അത് വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഓടി വന്ന് അലക്കാനായിട്ട് നിന്നു. നല്ല തുണികളൊക്കെ കല്ലുമ്മേ അലക്കാറെന്ന് ഞാൻ പറയാറുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ ശ്രീകുട്ടൻ്റെയും എൻ്റെയും ആദ്യത്തിൻ്റെ യൂണിഫോം ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ പിന്നെ ഭയങ്കര അഴുക്കായിരിക്കും കേട്ടോ. അപ്പോൾ അത് ഞാൻ സോപ്പ് പൊടിയിൽ മുക്കി വെച്ചിട്ട് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ വാഷിംഗ് മെഷീനിലേക്ക് ഇടോളം. അപ്പോൾ അത് ആദ്യം ശ്രീകുട്ടൻ്റെ കഴുകി കഴിഞ്ഞ് അതൊരു ബക്കറ്റിലാക്കി. പിന്നെ വിരിച്ചിടാൻ പോകാൻ എനിക്ക് പറ്റില്ല കേട്ടോ, വെയിൽ കൊണ്ടാൽ എനിക്ക് ശ്രീകുട്ടനാണ് തലവേദന ഭയങ്കരമായിട്ട് വരും. അപ്പോൾ ചേട്ടനോടോ ആദ്യത്തിനോടോ പറയണം. അപ്പോൾ അത് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ട്രിപ്പ് അലക്കാനായിട്ട് പോവാണ് കേട്ടോ. പിന്നെ അത് നല്ല വെള്ളത്തിലൊക്കെ അലക്കണം. ചേട്ടപ്പത്തിരി വെള്ളം കൊണ്ടു തന്നു. അങ്ങനെ അലക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞില്ല, അതിന് മുന്നേ തന്നെ ചോറ് തിളച്ചു. അപ്പോൾ അത് ചോറ് എടുത്തുകൊണ്ട് ഇറക്കി വെച്ചു. അത് കഴിഞ്ഞ് കേട്ട് ശ്രീകുട്ടൻ അവിടെ തുടയ്ക്കണ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഉമ്മറ അടിച്ച് തുടച്ചിട്ടില്ല. അപ്പോൾ ഉമ്മറത്തേക്ക് ഞാൻ എന്തായാലും പോകാമെന്ന് ചോദിച്ചു. ഞാൻ പറയില്ല അവിടെ വിരുന്നുകാരൊക്കെ ഉള്ള കാരണം മടിയായിട്ടാണ് തോന്നുന്നത്. ചേട്ടൻ്റെ ആ കയറി പറഞ്ഞോടത്ത പുല്ലൊന്നും ഞാൻ കളയാൻ പറഞ്ഞു. വെച്ചാൽ വല്ലതും ചുരുണ്ടുകൂടി കിടന്ന് നമുക്ക് അറിയില്ലല്ലോ, രാത്രിയൊക്കെ ആവും നമ്മൾ വരിക. അപ്പോൾ കയറി പറഞ്ഞോടത്ത് അങ്ങനെ അധികം പുല്ല് വേണ്ട വെച്ചിട്ട്. പുല്ലിപ്പോൾ എവിടെയും വരുന്നത് നല്ലതൊന്നുമല്ല, പക്ഷേ നമുക്ക് ഈ ഒരു സൺഡേ കിട്ടുമ്പോൾ ഫുള്ള് അങ്ങനെ പണിയെടുക്കുമ്പോഴൊരു സുഖമില്ല. ഇന്ന് ഇത്തിരി റെസ്റ്റ് എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കോൾഡ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് സൗണ്ട് ശരിയല്ലാത്ത. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ അടിച്ചു വാരി നിറയെ മണ്ണുണ്ട് കേട്ടോ. ഈ എന്താ പറയുക, ചവിട്ടിയിൽ മണ്ണുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കളഞ്ഞ് പിന്നെ അടിച്ചു വാരിയിട്ട് കഴിഞ്ഞ് മുറ്റം കൂടി അടിക്കാനായിട്ട് നിന്നു കേട്ടോ. മുറ്റം കൂടി അടിക്കുമ്പോഴല്ലേ, ഉമ്മറത്തെ മുറ്റം ഞാൻ അങ്ങനെ എന്നും ഞാൻ അടിക്കാനൊന്നും വരാറൊന്നുമില്ല. അവിടെ അങ്ങനെ അഴുക്കും ഉണ്ടാവാറില്ല കേട്ടോ. എന്താ പറയുക, എന്തൊക്കെയോ പറയണത് അല്ലേ, അഴുക്കല്ല, കരടൊന്നും ഉണ്ടാവാറില്ല. അങ്ങനെ ഇലകളൊന്നും വീണില്ല. ആ ചെടികളുടെ ഇലകൾ മാത്രമല്ലേ ഉള്ളൂ. വലിയ പിന്നെ ആ പുളിരി ഉണ്ട്, പുളി പറിച്ച് വയ്ക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പറിച്ച് വെച്ചാൽ നശിച്ച് പോകുമോ എന്നുള്ളൊരു ടെൻഷൻ കൊണ്ട് ഇങ്ങനെ ഓരോ ദിവസവും വൈകിക്കൊണ്ടിരിക്കുക. പിന്നെ ചേട്ടൻ പുല്ല് പറിച്ചു കൊടുത്തും കുപ്പയും കൂടി മിറ്റടിച്ച് അങ്ങോട്ട് വന്നു. നല്ല വറ്റ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല വലുപ്പമുള്ള വറ്റയാണ് കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുട്ടി വറ്റ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് വലുപ്പം വയ്ക്കും തോറും വറ്റിച്ച് വെക്കണം കേട്ടോ, അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് ക്ലീനായിട്ട് അത് അകത്ത് തന്നെ ഇരുന്ന് ക്ലീനാക്കിയിട്ടാണ്, മുറ്റത്ത് ഇരുന്ന് ക്ലീനാക്കിയിട്ടുണ്ടെങ്കിൽ കാക്കകളെ കൊണ്ട് ഒരു കാക്കേനെ ഒരു പട്ടി പിടിച്ചു കേട്ടോ. അതവിടെ ഇരുന്ന് അതിനെ കഴിക്കുന്നുണ്ട്. മറ്റുള്ള കാക്കകളൊക്കെ കൂടി ബഹളം വയ്ക്കുകയാണ്. അവരുടെ കൂട്ടത്തിലുള്ള ഒന്നിനെ ഇതാക്കിയപ്പോഴായിരിക്കാം. കാക്കകൾ അങ്ങനെയാണല്ലോ, ഭയങ്കര അപകടം. നമുക്കിങ്ങനെ പേടി തോന്നും. നമുക്ക് അത്രയും ബഹളം ഉണ്ടാക്കുന്നുണ്ട് അവിടെ കിടന്ന് വാഴത്തോട്ടത്തിൽ എല്ലാ കാക്കകളും കൂടി. പട്ടി പക്ഷേ അതൊക്കെ മുഴുവനായിട്ട് കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ എഗ് മന്തി ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ അതാ എഗ്ഗൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏലക്കായ ഇത്തിരി കൂടുതലിടണം കേട്ടോ മന്തിയിലാവുമ്പോൾ. അപ്പോൾ അങ്ങനെ പിന്നെ മന്തി മസാലയൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അങ്ങനെ ചെയ്യണവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ മന്തി മസാല സെപ്പറേറ്റ് പൊടിക്കണമെങ്കിൽ ചെയ്യാം. ഞാൻ അങ്ങനെയൊന്നുമല്ല ചെയ്യണത്, എളുപ്പത്തിലുള്ള രീതിയിലാണ് ചെയ്യുന്നത്. 4 മുട്ട തന്നെ എടുത്തുള്ളൂ കേട്ടോ. പക്ഷേ മീനുണ്ടല്ലോ, ഇനിയിപ്പോൾ മുട്ടയും കൂടി വേണ്ട. അയ്യോ
അപ്പോൾ വറക്കണേന് അരപ്പരയ്ക്കാൻ നോക്കിയപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വെച്ച് വേഗം മീൻകറി അടുപ്പത്ത് ഇടാൻ വെച്ചിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തുട്ടാ. ഈ കുപ്പിയായി പിന്നെ വെളിച്ചെണ്ണ കൂടുതലൊന്നും ചിലവാവില്ല, നല്ല എളുപ്പമാണ് കേട്ടോ. കുറേ ശല്യം വരുള്ളൂ. അപ്പോൾ അത് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയിട്ട് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഉലുവ പൊട്ടി കഴിഞ്ഞ് ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഇത്രയും അരിഞ്ഞ് ചേർത്ത്. ഇതൊക്കെ ഞാൻ ഇഷ്ടംപോലെ പ്രാവശ്യം കാണിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എന്നാൽ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്ന് ചെറുതായിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് വഴണ്ട് കിട്ടി കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികളെന്ന് പറഞ്ഞാൽ അധികം പൊടികളൊന്നും ഇല്ലല്ലോ മീൻ കറിയിൽ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രേ വേണ്ടോ. പിന്നെ ഇത്തിരി കുരുമുളക് പൊടി കൂടി ചേർത്തു. എന്നുവെച്ചാൽ മുളക് പൊടിക്ക് കാശ്മീരി മാത്രമാണ് ഇടുന്നത്. അപ്പോൾ പിന്നെ ഇത്തിരി ഒരു എരിവ് വേണ്ടേ, കാണാൻ ഭംഗി മാത്രം പോരല്ലോ, വറ്റിക്കണേന് കുറച്ചൊരു എരിവെങ്കിലും വേണം. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത്തിരി കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായിട്ട് വാട്ടിയെടുത്തു. വാട്ടിയപ്പോൾ അങ്ങനെ വെളിച്ചെണ്ണ അതിൽ പോരായിക പോലെയാണ് കേട്ടോ. അപ്പം ഞാൻ ഇത് കുറച്ചും കൂടി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് വഴറ്റിയെടുത്തു. മീൻ കറിയിലേക്ക് ഇങ്ങനെ മൊരിഞ്ഞ് കളറ് മാറാണ്ടിരിക്കണതാണ് നല്ലത് കേട്ടോ. മീൻ കറിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മൊരിയണ്ടല്ല. ചിക്കൻ കറിക്കൊന്നും മൊരിയണ പോലെ മൊരിയാണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നാറ് കേട്ടോ. ടേസ്റ്റും ഒരു ഭംഗിയൊക്കെ അതായിട്ട് എനിക്ക് തോന്നാറ്. അത് കാരണം കൊണ്ട് ഞാനങ്ങനെ ഓവറായിട്ട് മൊരിച്ചൊന്നും എടുക്കില്ല. ഒന്ന് വഴറ്റി എടുക്കുന്നതേ അങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. കുടംപുളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൽ മാങ്ങ ഇട്ട് വയ്ക്കണത് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. വറ്റിച്ച് വയ്ക്കണതിൽ മാങ്ങ കിട്ടാത്ത കാരണം കൊണ്ട് പിന്നെ വേറെ നിവൃത്തിയില്ലല്ലോ. എത്രയും കുറച്ച് വെള്ളം ഒഴിക്കണേ അത്രയും നല്ലതാണെന്ന് എനിക്ക് തോന്നാറ്. അപ്പോൾ അതാ വെള്ളം ഒഴിച്ച് അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിക്കാൻ വെച്ചു. പിന്നെ അതാ വറുത്ത മീൻ എടുത്തുകൊണ്ട് അത് മസാലയൊക്കെ കറണ്ട് വന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. വെളുത്തുള്ളി, ഇഞ്ചി, കറുകപ്പട്ട, പെരിഞ്ചീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. പെരിഞ്ജീരകം ഞാൻ അരക്കണയിൽ ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ പെരിഞ്ജീരകം സെപ്പറേറ്റ് ഇട്ടു. നല്ലൊരു ഫ്ലേവറാണ് പെരിഞ്ജീരകവും വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്യണേൽ ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയോളാം. അതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചട്ടി ഓൾറെഡി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ അതാക്കി വെച്ചു. അപ്പം മീൻ കറിയും മീൻ വറുത്തതും ഒക്കെ ഏകദേശം ഒപ്പം തന്നെ നമുക്ക് വെന്ത് കിട്ടുമല്ലോ. വലിയൊരു സമയം അവിടെ പോണില്ലല്ലോ. ശരിക്കും പറയാ വെച്ചാൽ വൈകുന്നേരത്തേക്ക് മതിയായിരുന്നു ഇത്. പക്ഷേ എനിക്ക് കുക്കിംഗ് ഒരുമിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എല്ലാതും കൂടി ചെയ്യുന്നത് കേട്ടോ. രാവിലെ മന്തി മാത്രം വെച്ചാലോ അല്ലെങ്കിൽ ചോറും മീൻകറി മാത്രം വെച്ചാലും മതി, ബാക്കിയുള്ള വൈകുന്നേരം വെച്ചാൽ മതി. പക്ഷേ ഇനി വൈകുന്നേരം കൂടി അടുക്കളയിൽ വന്ന് നിൽക്കാൻ എനിക്ക് മടിയായിട്ടാണ്. അപ്പോൾ ആ മീനൊക്കെ ഇട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ച് കുറുതാക്കി എടുത്തു. ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് മൂടി വെച്ചു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തെ ഒരു ഭംഗിയാണ് കേട്ടോ ഈ കാണുന്നത്. കണ്ട അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. എങ്ങനെ മീൻ കറിക്കും ഭയങ്കര ഈസിയല്ലേ. അങ്ങനെ മീൻ വറക്കലും അതിനിടയ്ക്ക് കഴിഞ്ഞു. അപ്പോൾ അതൊന്ന് ഗാർണിഷ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ സവോള വെച്ചിട്ട് ഒക്കെ നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ അതൊരു ഇഷ്ടമല്ലേ. അപ്പോൾ സൺഡേയിലൊക്കെ നമുക്ക് അങ്ങനെ സാധിക്കുള്ളൂ, എല്ലാ ദിവസമൊന്നും അങ്ങനെ സാധിക്കില്ല. അപ്പോൾ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഒന്നിങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. വീട്ടിലെല്ലാവരും കൂടി ഉള്ള ദിവസമൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടൊക്കെ ഒന്ന് ഫുഡ് കൊടുത്തോളൂ. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ തംബ്നെയിൽ എല്ലാം ഫോട്ടോസ് എടുക്കാനുള്ള തിരക്കിലാണ്. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാനവിടെ മന്തി ഉണ്ടാക്കാനുള്ള ഐറ്റംസൊക്കെ അരിയാണ്. അത് കാരണം കൊണ്ട് ചേട്ടനാണ് ശ്രീകുട്ടനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ സവോള ഒരു 2 ചെറിയ സവോള, ഒരു തക്കാളി, പിന്നെ മല്ലിയില, പുതിനയില, പിന്നെ മിക്സിയിൽ ഇട്ടേക്കുന്നത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാതും കൂടി തക്കാളി സവോള ഒഴിച്ച് ബാക്കി എല്ലാതും കൂടി നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ എടുക്കണം കേട്ടോ. വെളിച്ചെണ്ണയല്ല ഓയിലാണ്, മന്തിക്ക് എപ്പോഴും ഓയിലാണ്. വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ബിരിയാണിയിൽ ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങി. പക്ഷേ മന്തിയിൽ ഓയിൽ തന്നെയാണ് നല്ലത്. അപ്പോൾ അത് ഓയിൽ ഇട്ട് കൊടുത്തു. അതിലേക്ക് മസാലകൾ ഇട്ട് കൊടുത്തു. സാജീരകവും ഏലക്കായും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഏലക്കായ ഇത്തിരി മുന്നിട്ട് നിൽക്കണം. അതുപോലെ മുഴുവൻ കുരുമുളകും ഇടണം കേട്ടോ. അതൊന്ന് പൊട്ടിയതിന് ശേഷം ബാക്കിയുള്ള മസാലകളൊക്കെ കൂട്ടുകാർക്ക് അറിയണത് തന്നെയല്ലേ. എന്താ പറയുക, കറുകപ്പട്ട, കരയാമ്പൂ, അങ്ങനെ ബേ ലീഫ്, അങ്ങനെ എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പം കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം സവോളയും തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തു. വല്ലാണ്ട് മൊരിയൊന്നും വേണ്ട, ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി, ഓവറായിട്ടൊന്നും. പിന്നെ ഉപ്പിടുമ്പോൾ സൂക്ഷിക്കണം, നമ്മളിതിൽ ചിക്കൻ ക്യൂബ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉപ്പ് വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുരുമുളക് പൊടി, ഗരം മസാല ഉണ്ടല്ലോ, ഇത്രയും മസാലകൾ പൊടികൾ മാത്രം ഞാൻ അതിൽ ചേർത്തിട്ടുള്ളൂ. പിന്നെ മന്തി മസാല സെപ്പറേറ്റ് വാങ്ങിക്കണവരാണെങ്കിൽ അത് മാത്രം ചേർത്താൽ മതിയാവും കേട്ടോ. അപ്പം ഞാൻ അതില്ലാത്ത കാരണം ഇങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ അതിലേക്ക് പാകത്തിനുള്ള 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം, അത് ആ ഒരു അളവിൽ എടുക്കുക.
അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ചിക്കൻ ക്യൂബ് കേട്ടോ, മാഗിയിൽ തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതിൽ 2 ക്യൂബ് ഉണ്ടാവും. അപ്പോൾ അത് രണ്ടും പൊട്ടിച്ചിട്ട് കൊടുത്തു. ഇതിലിപ്പോൾ ചിക്കൻ്റെ ഒന്നും ഫ്ലേവർ ഇറങ്ങാനില്ലല്ലോ. എഗ്ഗ് ആകുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടണമെങ്കിൽ പിന്നെ മന്തി എന്ന് പറയുന്നത് ചിക്കൻ ക്യൂബ് എന്തായാലും ആഡ് ചെയ്യണം കേട്ടോ, എന്നാലാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ 2 ചിക്കൻ ക്യൂബും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ, അതുകൂടിയും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അത് വരഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വരഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഡ്രൈ ലെമൺ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. വരഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇട്ട് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും റൈസിന്. അപ്പോൾ അതാ അരി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് വെള്ളം തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒറ്റ വിസിൽ വരുത്തുക, ഓഫ് ചെയ്തിടുക. ആ വിസിൽ ഫുള്ളായിട്ട് പോകേണ്ടി വരില്ല, അപ്പോഴേക്കും വേവും. പക്ഷേ ഇന്ത്യ ഗേറ്റിൻ്റെയൊക്കെ വെച്ചാൽ ഫുള്ളായിട്ട് വിസിൽ പോയാലാണ് നല്ല ടേസ്റ്റ്, അല്ല നന്നായിട്ട് വേവുക. അപ്പോൾ അതാ എല്ലാവരും ഫുഡ് കാത്തിരിക്കുകയാണ്. നമ്മളെ മന്തി തുറക്കാറായിട്ടില്ല. അപ്പം ഞാൻ പോയി കുളിച്ചിട്ട് വന്നു. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്കൊന്ന് കുളിച്ചിട്ട് വരുമ്പോൾ ഒരു സുഖമല്ലേ. ശ്രീകുട്ടൻ അതിനിടയ്ക്ക് കുളിക്കാൻ പോയി. എല്ലാവരും ഫുഡൊക്കെ പാകം ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കുളിയൊക്കെ നടത്തി വന്ന് പിന്നെ ഫുഡ് കഴിക്കാനുള്ള പരിപാടി കേട്ടോ. നല്ല കറക്റ്റായിട്ട് വെന്ത് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ കൂട്ടുകാരൊന്നും ഉണ്ടാക്കി നോക്കിയോളോ. ഇതേപോലെയൊക്കെ നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. എഗ്ഗൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കയ്യിലുണ്ടാവും. എപ്പോഴും എഗ്ഗ് എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇതാ എല്ലാവരും ടേസ്റ്റൊക്കെ ഓരോ ടീസ്പൂൺ 2 ടീസ്പൂണൊക്കെ കഴിച്ച് നോക്കിയിട്ടുണ്ട്. പിന്നെ ഞാനത് അങ്ങനെ തന്നെ എടുത്ത് ഒരു ബേസനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് എന്താ പറയുക, അതിൽ തന്നെ ഇരുന്നുണ്ടെങ്കിൽ വേവ് കൂടില്ല. അപ്പോൾ നമ്മളിങ്ങനെ വിടർത്തി ഇടണം. അപ്പോൾ വേഗം തന്നെ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഒന്ന് ഗാർണിഷ് ചെയ്തു. ഇതൊക്കെ മുകളിലേക്ക് എടുത്ത് വെച്ചു. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ എഗ്ഗ് മന്തി, മീൻ ഫ്രൈ, ഫിഷ് ഫ്രൈ, ഫിഷ് കറി, നെല്ലിക്കച്ചാർ, ചോറ്, ഇത്രയാണ് ഇന്നത്തെ വിഭവങ്ങൾ. അപ്പോൾ ഇനി എന്താ പറയുക, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ സ്പെഷ്യലി വീഡിയോ ഇടുമ്പോൾ മാത്രമാണ് ഇപ്പോൾ വീഡിയോ കാണുന്നത്. ചിലവർ മാത്രമാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നവരോട് ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇനി നാളെ രാവിലെ കാണാം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ ഈ വിശേഷങ്ങളോട് കണ്ടിട്ട് അവസാനിപ്പിക്കുക. അപ്പോൾ ഓക്കെ, ബാക്കിയുള്ളതും കൂടി കാണാം കേട്ടോ. ചോറുണർക്ക് എനിക്ക് വൈകുന്നേരം വെക്കാൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചേട്ടാ പാല് കൊടുത്തിട്ട് ചേട്ടാ കാറ്റ് കിട്ടാനേ എനിക്ക് ഇങ്ങനെ അടച്ചിട്ട് എനിക്ക് ഇഷ്ടമല്ല. ഇത്തിരി മോരിക്കുന്നുണ്ട്, അതെനിക്ക് മുഖത്തോടാനായിട്ട് എടുത്തു ശ്രീരാലും ഇട്ടാവോ എടുത്താ